ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, അമ്മ എന്താ എവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ലടാ, ജയിച്ച് കയറിയവളാ ഞാൻ. ഇപ്പോ അടിക്കടി ഉണ്ടാവുന്ന തോൽവികൾ ഓർത്തേ ഒന്ന് വിഷമിച്ചതാ. ഞാൻ വന്നതേ അമ്മയ്ക്ക് വിഷമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം പറയാനാ. വല്യമാവനുണ്ടല്ലോ, ഈ വലിയ കുരുക്കിനെ രക്ഷിച്ചത് മറ്റാരുമല്ല, അവളാ, ആ ഋതിക. അവളോ? അതെ, അവള് തന്നെ. ഇപ്പോഴാ ഞാൻ ഈ വിവരം അറിഞ്ഞത്. ഗ്രഹണം വന്നപ്പോ ഞാഞ്ഞൂലും തലപൊക്കി തുടങ്ങി. അതിനവള് ഞാഞ്ഞൂലൊന്നും അല്ലല്ലോ, സൗത്ത് ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പട്ടികയില് അവളും ഉണ്ട്. അതെ, അവള് സ്വത്തുക്കളുടെ തലപ്പത്തെത്തിയത് എനിക്ക് പറ്റിയൊരു നോട്ടപ്പശക. അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് താഴെ ഇറക്കണം. ഉഫ്, ആ അപശകുനോ രുക്മിണി. ഹലോ, ഞാനാ അംബികെ, രുക്മിണി. മനസ്സിലായി രുക്മിണി, വിളിച്ച കാര്യം പറയ്. ഞാൻ അംബികയോട് വാങ്ങിച്ച ആ ഫണ്ട് മടക്കി തരാം കേട്ടോ. അതിനി വലിയ താമസം വരില്ല. ആയിക്കോട്ടെ. അല്ല, രമ്യക്ക് എങ്ങനെയുണ്ട്? അവൾ ഏത് നേരം ഒരേ ഇരിപ്പാ, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുവാ. ആണോ? എടാ, ആ രമ്യ ചിന്തിച്ചു കൂട്ടുവാണെന്ന്. അവളിനെ വലുതൊക്കെ എഴുതി തുടങ്ങിയായിരിക്കും. സാരയില്ല രുക്മിണി, സാവധാനമേ മാറിക്കോളും. എന്റെ തലവേദന കൂടുക അംബികെ. ആ രാജുവിന്റെ പെങ്ങടെ വയറ്റിലെ എന്റെ മകന്റെ കുഞ്ഞു വളരുവാ. എനിക്കത് ഇഷ്ടമല്ല അംബികെ. എന്നുവെച്ചാ? ഹരീഷ് ആ ശ്രീലക്ഷ്മിയെ ഉപേക്ഷിക്കണം. അതിനുള്ള പണിയാ ഞാൻ ഉണ്ടാക്കുന്നത്. ആണോ? അങ്ങനെയാണോ കാര്യങ്ങള്? അതെ. എങ്കിലേ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആ വളരുന്ന കുഞ്ഞിനെ അങ്ങില്ലാതാക്ക്. അതിനെന്താ വഴി? വഴിയോ? അതിന് 100 വഴിയല്ലേ രുക്മിണി കിടക്കുന്നേ. ഗർഭിണിയായൊരു പെൺകുട്ടിക്ക് വീട്ടുകാര് പല പലഹാരങ്ങൾ കൊണ്ടുവരില്ലേ? അതില് ഏതെങ്കിലും ഒരു പലഹാരത്തില് കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു നുള്ളു പോയിസൺ പോരെ രുക്മിണി? ആ പണി കൊള്ളാം. ഒരു കാര്യം ചെയ്യുമ്പോ ഈ കായംകുളം വാള് പോലെ ഇരു തലയ്ക്കും മൂർച്ചയുണ്ടാവണം. രാജുവിന്റെ വീട്ടുകാരുടെ അശ്രദ്ധ കൊണ്ട് ഹരീഷിന്റെ കുഞ്ഞ് പിറക്കും മുൻപേ മരിച്ചു. എങ്ങനെയുണ്ട്? ഇത് സൂപ്പർ. അകലേ നോവിനാലേ